സ്വാഗതം. ധാരാളം പേർ ക്ഷേമ പെൻഷൻ 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് എന്ന് ആരംഭിക്കും എന്ന് പല വീഡിയോകളിലും കമൻ്റായി ചോദിച്ചിരുന്നു. ക്ഷേമ പെൻഷൻകാർക്കുള്ള 2024 വർഷത്തെ മസ്റ്ററിംഗ് ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെ, കഴിഞ്ഞ ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചവരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ തുടങ്ങിയ മിക്ക പെൻഷൻ പദ്ധതികളിലും ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് നടത്തുകയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്നീ ഗുണഭോക്തൃ ലിസ്റ്റിൽ മരണപ്പെട്ടവരും സംസ്ഥാനത്ത് നിലവിൽ താമസമില്ലാത്തവരും രണ്ടിലധികം പെൻഷനുകൾ കൈപ്പറ്റുന്നവരും ഉണ്ടെന്നുള്ള വസ്തുത സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ക്ഷേമനിധി ബോർഡുകളെ സേവനയിൽ സംയോജിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും മസ്റ്ററിങ്ങിനായുള്ള സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തതിനെയും തുടർന്ന് ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനായി ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നു. മസ്റ്ററിങ്ങിലൂടെ അനർഹരും മരണപ്പെട്ടവരുമായ അനവധി പേരെ ഇതിനകം ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എല്ലാ വർഷവും അക്ഷയ കേന്ദ്രം മുഖേന മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയാത്തവർ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസറ്റ് ഓഫീസറിൽ നിന്നുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവായി. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും 2024 ജൂൺ 25 മുതൽ 2024 ഓഗസ്റ്റ് 24 വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, മുമ്പ് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ മസ്റ്ററിംഗ് ചെയ്തവർ കൂടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, മുമ്പ് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ മസ്റ്ററിംഗ് ചെയ്തവർ കൂടി വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ പ്രസ്തുത വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതും അതിനനുസരിച്ച് അക്ഷയ കേന്ദ്രം പ്രതിനിധി പ്രസ്തുത ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതുമാണ്. ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട 85 വയസ്സ് കഴിഞ്ഞവർ, 80% ശാരീരിക വൈകല്യമുള്ളവർ, സ്ഥിരമായി രോഗശയ്യയിലുള്ളവർ എന്നിവർ പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ
ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിൽ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതലുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി 50 രൂപയും ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഫീസ് മസ്റ്ററിംഗ് നടത്തുന്ന സമയത്ത് ഗുണഭോക്താക്കൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകേണ്ടതാണ്. 85 വയസ്സ് കഴിഞ്ഞവർ, 80% ശാരീരിക മാനസിക വൈകല്യമുള്ളവർ, സ്ഥിരമായി രോഗശയ്യയിൽ കിടക്കുന്നവർ എന്നിവർക്ക് ആധാർ നമ്പർ ഇല്ലാതെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കാവുന്നതും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ കാര്യത്തിൽ മാത്രം ഒരു ഗസറ്റഡ് ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റും താൻ നാളിതുവരെ ആധാർ എടുത്തിട്ടില്ല എന്ന അപേക്ഷകന്റെ സാക്ഷ്യപത്രവും വാങ്ങി സർട്ടിഫിക്കറ്റുകൾ സേവന സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മസ്റ്ററിംഗ് ചെയ്ത് നൽകി പെൻഷൻ അനുവദിക്കാവുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ മസ്റ്ററിങ്ങിനുള്ള നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതൽക്കുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. യഥാസമയം മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ കുടിശ്ശികയാകുന്ന പെൻഷന്, അതായത് ഉദാഹരണമായി ഒരു ഗുണഭോക്താവ് 2024 നവംബർ മാസമാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 2024 ജൂൺ വരെയുള്ള പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതും ആയത് കുടിശ്ശികയായി പണം അനുവദിക്കുമ്പോൾ വിതരണം ചെയ്യുന്നതും 2024 നവംബർ മാസം മുതലുള്ള പെൻഷൻ സാധാരണ രീതിയിൽ വിതരണം നടത്തുന്നതുമായിരിക്കും. ആ ഗുണഭോക്താവിന് 2024 ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള പക്ഷം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറുപടി നൽകുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.